കഴിഞ്ഞ ദിവസം കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായി 10ഓളം ആളുകൾ മരണപ്പെട്ടു. മനുഷ്യനിർമ്മിതമായ ഉരുൾപൊട്ടലാണ് സംഭവിച്ചത് എന്നെല്ലാം രാഷ്ട്രീയ രംഗത്തെ ഉന്നതരായ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ പരാമർശിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. കേരളീയ പരിസരങ്ങളെ മനസ്സിലാക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളായിരുന്നു കാരണങ്ങൾ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു മണ്ണിൻ്റെ കൂന അവിടെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു, അവിടെ നിന്നത് മാറ്റണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടും അതിന് ഉത്തരവാദിത്തപ്പെട്ട കമ്പനി അത് നിർവഹിക്കാത്തതിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു അപകടത്തിന് ആ നാട് സാക്ഷിയായത് എന്നൊക്കെ പലവിധേനയുള്ള സംസാരങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഇതിനിടയിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം പറയാമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മൾ അവിടെ നിന്നുള്ള സാഹചര്യങ്ങളുടെ വീഡിയോകൾ കാണുന്ന ഘട്ടത്തിൽ മുകളിൽ നിന്ന് മണ്ണ് കുത്തിയൊലിച്ച് താഴോട്ട് വരുമ്പോഴും അതിനെ നോക്കി നിൽക്കുന്ന ഒരുപാട് ആളുകളെ കണ്ടു. അവരിൽ ചിലർ അപകടത്തിൽപ്പെടുന്നു, തലനാരികൾക്ക് രക്ഷപ്പെടുന്നതൊക്കെ ആ വീഡിയോകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു നാടിനെ തന്നെ തുടച്ചു കൊണ്ടുപോയ ഉരുൾപൊട്ടലുകളൊക്കെ സാക്ഷ്യം വഹിച്ച നാടാണ് നമ്മുടെ കേരളം. എന്നിരിക്കെ ഇത്തരത്തിലൊരു അപകടം അവിടെ സംഭവിക്കുമ്പോൾ അതിനെ നോക്കിയിരുന്ന് അപകടത്തിലേക്ക് എടുത്തു ചാടുന്ന മനുഷ്യർ. നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഏത് ഇടങ്ങളിലും അപകടങ്ങൾ സംഭവിക്കുന്നിടത്ത് നോക്കി നിന്ന് അപകടത്തിലേക്ക് അകപ്പെടുന്ന രംഗങ്ങൾ ഇല്ലാതിരിക്കാനുള്ള ചിന്താശേഷി, സ്വബോധം നമുക്കുണ്ടാകണമെന്നതാണ്. അപകടങ്ങൾ നടക്കുന്നിടത്ത് നിന്ന് സേഫ് സോണിലേക്ക് നമ്മൾ മാറി നിൽക്കുക എന്നതാണ് ആദ്യമായി നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടുന്ന കാര്യം. നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കി വെക്കാനുള്ള ഒരു സ്വബോധം നമുക്കൊക്കെ ഉണ്ടാകണം. വെള്ളത്തിലകപ്പെട്ട് കൈകാലിട്ടടിക്കുന്ന മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ വെള്ളത്തിലേക്കെടുത്ത് ചാടരുത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട ആളുകൾ നൽകുന്ന നിർദ്ദേശം. കാരണം അത്തരത്തിലുള്ള ചാട്ടം ആ മനുഷ്യൻ്റെ കൂടെ നിങ്ങളുടെയും കൂടെ ജീവിതങ്ങളെ നശിപ്പിക്കാനേ ഹേതുവാകൂ എന്ന്. അതേസമയത്ത് നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തിയിട്ട് വേണം ആ മനുഷ്യനെയും കൂടെ നമ്മൾ രക്ഷപ്പെടുത്താനുള്ള പരിശ്രമത്തിലേക്ക് ഇറങ്ങാൻ. എന്നതുപോലെ അപകടം നടക്കുന്ന മേഖലകളിൽ നമ്മൾ സുരക്ഷിതമായ ഇടത്താണ് നിൽക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് നമുക്ക് മാറി നിൽക്കാൻ പറ്റണം. എപ്പോഴാണ് അപകടങ്ങൾ വരിക, എപ്പോഴാണ് നമ്മളിലേക്ക് യാദൃശികമായിട്ട് ദുരന്തങ്ങൾ വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനങ്ങളായിട്ട് സംഭവിക്കും. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ കാരണമായി അപകടങ്ങളിലേക്ക് എടുത്തെറിയപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള ഒരു ചിന്ത ശേഷി നമ്മൾ കൈമുതലാക്കി വെക്കണം. എപ്പോഴും ജീവിതത്തിൻ്റെ മൂല്യമറിഞ്ഞ് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അപകടങ്ങൾ നമുക്ക് ആസ്വാദനമാകരുത്. അത് ദുരിതരംഗത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ചിന്താശേഷിയെ നമുക്ക് ഉണർത്തുന്ന കാര്യങ്ങളായി ഭവിക്കണം.